പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. അത് മനസ്സിലായായിരുന്നു. ബസ്സിലെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായായിരുന്നു ഇത് വ്യൂസിന് വേണ്ടിയിട്ടുള്ളതല്ലാന്ന്. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ മാനസിക പ്രശ്നത്തിന്റെ കാര്യം തന്നെയാ അത്. പക്ഷെ അയാൾക്കല്ല, നിങ്ങൾക്ക്. ചില ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വ്യൂസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് കൂടിക്കഴിഞ്ഞാൽ വൈറലാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരം വേണമെങ്കിലും കാണിക്കും. സൈക്കോസിന്റെ അങ്ങേ അറ്റം വരെ പോകാൻ മടിയില്ലാത്ത ചില ആളുകളുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് മാനസിക പ്രശ്നമാണ് നിന്നെ പോലെയുള്ള അങ്ങനത്തെ ആളുകൾക്ക്. പ്രതികരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. ഞാനും ആ വീഡിയോ കണ്ടായിരുന്നു. അയാൾ മനഃപൂർവ്വം സ്പർശിക്കുന്നതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഈ പറയുന്ന ഈ സ്ത്രീ അങ്ങോട്ട് കയറി ചെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടി ഉരുമി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനും ആണ്. അത് ആക്സിഡന്റും അല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല, മനഃപൂർവ്വം അയാളെ കുരുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാന് ആർക്കാ അവകാശമുള്ളത്? അത് ശരിയാ, കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ശരീരത്തിൽ തൊടാൻ ആർക്കും അവകാശമില്ല. പക്ഷെ അയാൾ അത് മനഃപൂർവ്വം ചെയ്തതായിട്ട് അതിൻ്റെ അകത്ത് ആ വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഈ പറയുന്ന ഈ സ്ത്രീയെ ശ്രദ്ധിക്കുന്നും കൂടിയില്ല, അയാൾ ഇതൊന്നും കാണുന്നുമില്ല. ശരിക്കിത് കാണിക്കുന്ന എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരല്ലേ, അതും കൊണ്ടാണ്. അത് ശരിയായിരിക്കും, ആരും ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്ന ഒരു വിചാരം ഉള്ളത് കൊണ്ടായിരിക്കും ഇവർ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തത്. എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ രംഗത്ത് വരണം പ്ലീസ്. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടോണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു. അതിലൊരു പൊരുത്തക്കേടുണ്ടല്ലോ. ആ പറഞ്ഞത് അത്ര വിശ്വസനീയമല്ല. വീഡിയോ എടുക്കുന്ന അയാൾ കണ്ടിട്ട് കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും അയാൾ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വന്ന് അഭിമാനം നഷ്ടപ്പെട്ട് മനസ്സിന് മനക്കട്ടിയില്ലാതെ ആത്മഹത്യ ചെയ്ത ഒരാൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടല്ലേ വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ കണ്ടിട്ട് അയാൾ വീണ്ടും അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാതിരിക്കണം. ഇത് അങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാല് അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഈ പറയുന്നതൊക്കെ വളരെ ശരിയാ, പക്ഷെ അയാളുടെ കാര്യത്തിലല്ല, നിങ്ങളുടെ കാര്യത്തിലാണെന്ന് മാത്രം. ഈ പറഞ്ഞതുപോലെ ബിഹേവിയറിൽ പ്രശ്നമുണ്ട്. അത് അയാളുടെ ബിഹേവിയറിലല്ല, നിങ്ങളുടെ ബിഹേവിയറിൽ. അങ്ങോട്ട് ചെന്ന് മുട്ടി ഉരുമി നിന്ന് വീഡിയോ എടുക്കുന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ഒരാളെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട്, ഒരാളെ ചതിച്ചുകൊണ്ട് വൈറലാകാൻ വേണ്ടിയിട്ട്, ആ ഒരു ബിഹേവിയറിൽ പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇതൊരു ഫീമെയിലിൻ്റെ നോർമൽ ബിഹേവിയറും അല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇവരുടെ ഒരു കോൾ റെക്കോർഡ് ഞാൻ കേട്ടായിരുന്നു. ആത്മഹത്യ ചെയ്ത് എന്ന് അറിഞ്ഞപ്പോഴുള്ള ഇവരുടെ ഒരു പ്രതികരണം. ഇവർ പറയുന്നുണ്ട് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന്. പിന്നെ ഇവരെന്താണ് പ്രതീക്ഷിച്ചത്? ഇവർ കാണിച്ച ഈ വീഡിയോയും കണ്ട് മാനം കെട്ട് ആളുകളുടെ മുന്നിൽ തല കുനിച്ച് അയാൾ നടക്കുന്നതും പേടിച്ച് നാണം കെട്ട് പുറത്തിറങ്ങാതെ ജീവിക്കുക, ഇതൊക്കെയാണോ ഇവർ വിചാരിച്ചിരുന്നത്? ഇതായിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്? അഭിമാനം ഉള്ളവരത് ചെയ്യത്തില്ല.